അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠന പ്രക്രിയയിൽ സഹായിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായക പങ്കുണ്ട്. അപ്പോൾ പഠിതാവും പഠന പ്രക്രിയയും പഠന സന്ദർഭവും പരസ്പര പൂരകമാകുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും പഠനത്തിൽ മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയും. എൻ്റെ കുട്ടിയെ എങ്ങനെ പഠനത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയും എന്ന് രക്ഷകർത്താക്കളെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നമാണ്. എന്താണ് പഠനമെന്നും ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് പഠന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതെന്നും പഠനത്തെ സ്വാധീനിക്കുന്ന നിർണായകമായ ഘടകങ്ങൾ എന്താണെന്നും രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൽ നിർണായകമായി പങ്കെടുക്കുന്ന 3 ഘടകങ്ങളാണ്. 1 പഠിതാവ്, 2 പഠന പ്രക്രിയ, 3 പഠന സന്ദർഭം. പഠിതാവും പഠന പ്രക്രിയയും പഠന സന്ദർഭവും പരസ്പര പൂരകങ്ങളാകുമ്പോൾ മാത്രമേ പഠനം എന്നൊരു ഫലദായകമായ പ്രവൃത്തിയായി മാറൂ. അപ്പോൾ നമുക്കതിനെ അല്പമൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. ആദ്യം പഠിതാവ് അഥവാ വിദ്യാർത്ഥി. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ പഠനത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഉണ്ട്. 1 പഠിതാവിൻ്റെ മനോഭാവം എന്താണ്, പഠനത്തോടുള്ള അവൻ്റെ മനോഭാവം എന്താണ് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം, അതിനെ തിരുത്തണം, അതിനെ ശരിയായ രീതിയിൽ ട്യൂൺ ചെയ്യണം. 2 പഠിതാവിൻ്റെ ലക്ഷ്യബോധം എന്താണ്, ലക്ഷ്യബോധം അവൻ്റെ പഠനത്തെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. 3 അവൻ്റെ നിശ്ചയദാർഢ്യം. പഠനത്തെ കുറിച്ച് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ്, മനോഭാവം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പഠനം എന്നുള്ളത് കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഭൂരിഭാഗം കുട്ടികളും പഠനത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. അതിന് പകരം അവിടെ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ പഠനം എന്താണ്? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് പഠനം എന്നാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറ്. എന്താണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൻ്റെ പ്രത്യേകത? ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കത്തിച്ച് വെച്ച് എന്ത് ചോദിച്ചാലും അത് ഈ അത്ഭുത വിളക്ക് കത്തിക്കുമ്പം വരുന്ന ജിന്ന് തരുമെന്നാണ് ഈ മായാജാല കഥകളിൽ പറയുന്നത്. അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് പഠനം എന്ന് തിരിച്ചറിയുമ്പം പഠനത്തെ ഇഷ്ടപ്പെടാനും പഠനത്തെ സ്നേഹിക്കാനും പഠന പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാനുമുള്ള താല്പര്യം കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ പഠനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന ബോധ്യവും നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയണം. 2 കുട്ടിയുടെ ലക്ഷ്യബോധം എന്താണെന്ന് അത് സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ലക്ഷ്യത്തെ തന്നെ നമുക്ക് ദീർഘകാല ലക്ഷ്യമെന്നും മധ്യകാല ലക്ഷ്യമെന്നും ഹ്രസ്വകാല ലക്ഷ്യമെന്നും ഒക്കെ തിരിക്കാം. ലോങ് ടൈം ഗോൾ, മിഡ് ടൈം ഗോൾ, ഷോർട്ട് ടൈം ഗോൾ. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. SSLC +2 കുട്ടികൾക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് സെറ്റ് ചെയ്ത് അവൻ്റെ മാർക്ക് ലിസ്റ്റ് തന്നെ അഡ്വാൻസ് തന്നെ നമുക്ക് എഴുതിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. SSLC വർഷം ആരംഭത്തിൽ തന്നെ ഈ വർഷം എനിക്ക് വേണ്ട മാർക്ക് ലിസ്റ്റ് എന്താണെന്ന് കുട്ടികളെ കൊണ്ട് സെറ്റ് ചെയ്യിച്ചിട്ട് ആ മാർക്ക് ലിസ്റ്റ് ഒന്ന് എഴുതി തയ്യാറാക്കാൻ പറഞ്ഞിട്ട് അവൻ പഠിക്കുന്ന പഠനമുറിയുടെ പഠനമേശയുടെ സമീപത്ത് വെക്കുന്നത് അവന് മോട്ടിവേഷൻ കിട്ടാൻ വളരെ നല്ലതാണ്. 3 അവൻ്റെ നിശ്ചയദാർഢ്യം, വാശി എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കാര്യമാണ് ഈ നിശ്ചയദാർഢ്യമെന്ന്. അപ്പോൾ ഈ നിശ്ചയദാർഢ്യം അവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അവൻ്റെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ഈ ലക്ഷ്യം നേടുന്നതിന് നിശ്ചയദാർഢ്യത്തിന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു കഥ ഇതാണ്. നെപ്പോളിയൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അവൻ 5.5 അടി പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ. നെപ്പോളിയന് അവന് രാജാവാകണമെന്നായിരുന്നു ആഗ്രഹം. അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കുമായിരുന്നു. പക്ഷേ അതിലൊന്നും അവൻ തോറ്റുപോയില്ല. എന്നും അവനോട് തന്നെയും മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ഒരിക്കൽ ഫ്രാൻസിൻ്റെ രാജാവാകും, ഞാൻ ഒരിക്കൽ ഫ്രാൻസിൻ്റെ രാജാവാകും. ഒരു ദിവസം സ്കൂളിൽ പോകും വഴി വഴിവക്കിൽ നിന്ന് ഒരു കൈനോട്ടക്കാരനെ കണ്ടു. ഈ ഭാവി പ്രവചിക്കുന്ന കൈനോട്ടക്കാരൻ്റെ അടുത്ത് ഈ കുഞ്ഞ് നെപ്പോളിയൻ തൻ്റെ കൈ കാണിച്ചിട്ട് ചോദിച്ചു, കൈനോട്ടക്കാരാ പറയേ, ഞാൻ രാജാവാകുമോ? അലസമായി അവൻ്റെ കയ്യിലേക്ക് നോക്കിയ കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ രാജാവാകില്ല. അത് കേട്ട് ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ കുഞ്ഞ് നെപ്പോളിയൻ ചോദിച്ചു, അതെന്താ ഞാൻ രാജാവാകാത്തത്? നെപ്പോളിയനോട് അയാൾ പറഞ്ഞു, രാജാവാകുന്നവൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു രേഖയുണ്ട്, അത് നിൻ്റെ കയ്യിലില്ല. ഉടൻ കുഞ്ഞ് നെപ്പോളിയൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേനാക്കത്തിയെടുത്ത് അയാൾ കാണിച്ചതിലൂടെ ആഴത്തിൽ ഒരു വര വരച്ചു. രക്തം ചീറ്റിത്തെറിച്ചു നെപ്പോളിയൻ്റെ മുഖത്തേക്കും കൈനോട്ടക്കാരൻ്റെ മുഖത്തേക്കും. ഈ ചെറിയ ബാലൻ്റെ അവിശ്വസനീയമായ പ്രകടനം കണ്ട് അമ്പരന്ന് പോയ ആ കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ രാജാവല്ല, നീ ചക്രവർത്തിയാകും, ചക്രവർത്തി. നിൻ്റെ നിശ്ചയദാർഢ്യം നിന്നെ വലിയവനാക്കും. അപ്പം നിശ്ചയദാർഢ്യത്തിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയുവാനില്ല. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളോട് അവൻ്റെ ലക്ഷ്യം വളരെ ഉയർന്നതായിട്ടാണ് തോന്നിയതെങ്കിലും
ആ ലക്ഷ്യം നേടാനുള്ള നിശ്ചയദാർഢ്യം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടാനാവുമെന്നൊരു ആത്മവിശ്വാസം നൽകാൻ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക്, പഠനത്തിൽ അവരെ സഹായിക്കുന്ന ആൾക്കാർക്ക് കഴിയണം. പഠിതാവിൻ്റെ കാര്യം ഓക്കെ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രക്രിയയിലേക്ക് നമുക്ക് വരാം. അത് പഠന പ്രക്രിയയാണ്. എങ്ങനെയാണ് പഠിക്കുന്നത്, ശാസ്ത്രീയമായി എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പഠന പ്രക്രിയയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം പഠനം തുടങ്ങുന്ന ഘട്ടം, രണ്ടാമത്തേത് സജീവമായി പഠിക്കാൻ പറ്റുന്ന ഘട്ടം, മൂന്നാമത്തെ ഘട്ടമാണ് പഠനത്തിൻ്റെ കാര്യക്ഷമത കുറയുന്ന ഘട്ടം. ഈ 3 ഘട്ടങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം പഠിക്കാൻ തുടങ്ങുന്ന 1 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ് പഠനം തുടങ്ങുന്ന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും എന്ത് ചെയ്യും? പഠനത്തിലേക്ക് ആഴ്ന്നിറങ്ങും. എന്നാൽ പഠനത്തിൽ പിന്നോക്കമാകുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പോൾ പഠിക്കുന്ന ഭാഗം മാറ്റി വേറൊരു പുസ്തകം എടുക്കുകയോ അല്ലെങ്കിൽ എഴുതാനുള്ളത് എഴുതുകയോ ഉറങ്ങുകയോ ദിവാസ്വപ്നം കാണുകയോ ചെയ്യും. അപ്പോൾ അവിടെ നിർബന്ധപൂർവം ഇങ്ങനെ പിന്നോട്ട് പോകുന്ന കുട്ടികൾ ഈ പഠനത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം തന്നെ പഠന പ്രക്രിയയിൽ തുടരാൻ അവരെ നമുക്ക് സഹായിക്കാനാവും. അങ്ങനെ ഒന്നാമത്തെ ഘട്ടം വാമിംഗ് അപ്പ് പീരിയഡ്. നമുക്കറിയാം, ഈ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ തയ്യാറാകുന്ന ഒരു വാമിംഗ് അപ്പ് പീരിയഡ് ഉണ്ടാകുന്നുണ്ടല്ലോ. അതുപോലെ ഒരു വാമിംഗ് അപ്പ് പീരിയഡായിട്ട് ഇതിനെ കണ്ടെത്തി അതിന് കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്കാവണം. ആ കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കാവണം. അങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ പരാജയപ്പെടാതെ രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയാൽ അത് സജീവമായി പഠിക്കാൻ പറ്റുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ പഠിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് തലച്ചോറിൽ സജീവമായി രേഖപ്പെടുത്തുകയും അത് ആവശ്യമുള്ളപ്പോൾ അവന് തിരിച്ചെടുക്കാനാവുകയും ചെയ്യും. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പഠനം. അപ്പോൾ സജീവമായി പഠിക്കാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ കടന്ന് 15 മിനിറ്റിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തൂ എന്ന ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കണം. ഏതാണ്ട് ഇങ്ങനെ ഒരു 30 മിനിറ്റോളം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഒരു 45 മിനിറ്റ് കഴിഞ്ഞാൽ പഠനത്തിൻ്റെ കാര്യക്ഷമത കുറയുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ പഠനം താൽക്കാലികമായി നിർത്തി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും മുഖം കഴുകുന്നതും 1-2-3 ചാലൊന്ന് നടന്നു വരുന്നതും ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ പഠന പ്രക്രിയ സജീവമാക്കി മാറ്റാൻ കഴിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണ് സ്കൂളുകളിൽ പഠനത്തിന് ടൈം ടേബിൾ വേണം, വീട്ടിൽ പഠനത്തിന് ടൈം ടേബിൾ വേണം എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്, ശാസ്ത്രീയത അതാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് കഴിയുക. എന്താണ് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്താലുള്ള ഗുണം? ന്യൂറോണുകളാണ് തലച്ചോർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ തലച്ചോറിലേക്ക് ഒരു ന്യൂറോൺ പാത്വേ ഉണ്ടാക്കുകയാണ് തുടർച്ചയായ പഠനത്തിലൂടെ കഴിയുന്നത്. അപ്പോൾ ന്യൂറോൺ പാത്വേ തലച്ചോറിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുക ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 5 മണി മുതൽ 5:45, 5:45 വരെ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു ന്യൂറോൺ പാത്വേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഠനം എളുപ്പമാകും. അതിനാണ് ടൈം ടേബിൾ വെച്ച് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും കൃത്യമായി ഒരേ വിഷയം തന്നെ ഒരേ ദിവസം പഠിക്കുന്നതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ശാസ്ത്രീയതയും കുട്ടികളെ നമുക്ക് ബോധ്യമാക്കി കൊടുക്കാൻ കഴിയും. ഇനി മൂന്നാമത് പഠന സന്ദർഭം. ഇപ്പം മറ്റു 2 പ്രക്രിയകളിലും പഠിതാവ് എന്ന പ്രക്രിയയിലും പഠന പ്രക്രിയ എന്ന പ്രക്രിയയിലും നമുക്ക് വളരെ പാസീവായിട്ടുള്ള പങ്കാളിത്തമേ ഉള്ളെങ്കിൽ ഒരു പഠന സന്ദർഭം ഒരുക്കി കൊടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. അപ്പോൾ പല വീട്ടിലെയും സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും. ഒരു പഠനമുറി ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. എങ്കിലും ഒരു പഠന മേശ കുട്ടികൾക്ക് നൽകുന്നത് നല്ലതാണ്. അവിടെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് കുട്ടികളോട് പറയും. ഒരേ സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു പഠന അന്തരീക്ഷം തന്നെ ക്രിയേറ്റ് ചെയ്യുക. കുട്ടികളുടെ ശ്രദ്ധ പതറുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടാകരുത്. നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ വളരെ വേഗം പതറും. അപ്പോൾ മൊബൈൽ ഫോണുകളോ TV-യോ റേഡിയോയോ അല്ലെങ്കിൽ പുറംകാഴ്ച കാണാൻ പറ്റുന്ന സ്ഥലമോ അതൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കി ഏകാഗ്രതയോടെ പഠിക്കുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ ആ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായകമായി ചില പങ്കുകൾ വഹിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഓരോ സിനിമയിലാവാം പന്തുകളിയിലാവാം ഒക്കെ അവരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് അവരെ പോലെ ആയി മാറണം. അപ്പോൾ എനിക്ക് പഠനത്തിൽ കൂടുതൽ നന്നായി ശ്രദ്ധിക്കാൻ ഒരു ഫോക്കസ് കിട്ടാനൊക്കെ താല്പര്യവും ആവേശവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠന പ്രക്രിയയിൽ സഹായിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായക പങ്കുണ്ട്. അപ്പോൾ പഠിതാവും പഠന പ്രക്രിയയും
പഠന സന്ദർഭവും പരസ്പര പൂരകമാകുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും പഠനത്തിൽ മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.